ഇന്ന് വീക്കെൻഡ്. അപ്പോൾ ഇന്ന് നല്ല ക്ലൈമറ്റാണ്. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 8:30 എഴുന്നേറ്റ്. അപ്പോൾ രാവിലെ പുട്ട്, ഇന്നലത്തെ പുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് ആവി കയറ്റി. ഒരു കണ പുട്ടുണ്ടാക്കിയപ്പോൾ തിന്ന് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഉതിർപ്പുട്ട് പോലെയാക്കി. പിന്നെ ഇച്ചിരി കട്ടൻ ചായ ഉണ്ട്, ഏത്തപ്പഴം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഇരിക്കുന്നത് കീർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാലക്കാടൻ ഉണ്ട, മറ്റേ ബ്രാൻഡഡ് ആണോന്ന് എനിക്കറിയാൻ മേല. ഉങ്ക് ഫറൂൺ പോയപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഞാൻ കുറച്ച് ഗ്രാം ഫ്ലോർ മേടിച്ചു. പിന്നെ അത് ഇഡ്ഡലി റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ജാഗറി ഇടയ്ക്കൊരു അടയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി മേടിച്ചാണ്. അത് മാത്രമല്ല ഞങ്ങൾക്ക് ഈദ് ഹോളിഡേയ്സും കൂടിയാണ്. പക്ഷെ നാട്ടിൽ പോകാൻ പറ്റിയല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ഫെയർ ഭയങ്കര കൂടുതലല്ലോ, ഒരാഴ്ചയേ ഉള്ളൂ. ഇപ്പം എന്തായാലും ജൂലൈയിൽ പോവാമല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ കൂടുതലും കിട്ടുന്നത് പാളയംകുടം പഴമാണ്. നമുക്ക് മാലയെന്ന് ഒരു ഫ്രണ്ട് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് ഏത്തപ്പഴം. ഇത് ഭയങ്കര എന്താ പറയുക, അത്ര ടേസ്റ്റൊന്നുമില്ല, എന്നാലും കഴിക്കാമെന്ന് മാത്രം. എന്താ പറയുക, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് നമ്മൾ പറയുമല്ലേ. അപ്പോൾ അതുപോലെ ഇതൊന്നൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ വൈകിട്ട് പഴം പൊരിക്കാമെന്നും കരുതി കേട്ടോ ഞാനിരിക്കുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാമല്ലോ. അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. എനിക്ക് പുട്ടും പഴവും ഇഷ്ടമാണ്. പുട്ടും മറ്റേ എന്താ പറയുന്നത്, ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ ഇരിപ്പുണ്ട്, പക്ഷേ രാവിലെ ചിക്കൻ കഴിച്ച് വെറുതെ വയറ് കിടക്കണ്ടല്ലോ. അതും ഫ്രിഡ്ജിലിരിക്കുകയാണ്. എന്ത് മേടിച്ചാലും തീരെയല്ല കേട്ടോ. ഇച്ചിരി പുട്ടിങ്ങനെ എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഇച്ചിരി പഴം കുഴച്ചിട്ട്, പുഴുങ്ങാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസം പുഴുങ്ങിയപ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് പുളിന്നായിപ്പോയേ. നമുക്ക് ഇച്ചിരി പുട്ട് അങ്ങോട്ട് എടുത്ത് അങ്ങനെ കുഴച്ചിട്ട്, എനിക്ക് കൂടുതൽ പഴം വേണം കേട്ടോ. എന്ത് ടേസ്റ്റാണ്. നാട്ടിലൊക്കെ ഉണ്ടപ്പോൾ പഴം തിന്നാൻ കൊതിച്ചാലും പഴം തിന്നുകയല്ല കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എണ്ണിപ്പിറക്കും. അയ്യോ പഴം കിട്ടിയിരുന്നെങ്കിൽ, ചക്ക കിട്ടിയിരുന്നെങ്കിൽ, മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ, പൊറോട്ട കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണിപ്പിറക്കുവേ. അതാണ് ഈ പ്രവാസികളുടെയൊക്കെ ഒരു കുഴപ്പം. നാട്ടിൽ പോയാൽ മുട്ട് പണിയായിരിക്കുവേ. ചിലപ്പോൾ 2 ആഴ്ചക്കത്തൊക്കെ കഴിഞ്ഞ് പോയിരുന്നത്. അപ്പോൾ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചിങ്ങ് പോരുക. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. പിന്നെ ഈദ് ഹോളിഡേയ്സും കൂടി അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് എന്നും കൂടി പറയുവാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലും ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് ആവശ്യം ഒരു മോട്ടിവേഷൻ അല്ലേ. എന്തായാലും കാണുന്നവരങ്ങ് ലൈക്ക് ചെയ്തേക്കുന്നേ.